വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് അടക്കമുള്ളവർ നടത്തിയത് ഭ്രൂണഹത്യയെന്നും പാപത്തിന്റെ ശിക്ഷ ലഭിക്കുമെന്നും മോദി. ബില്ല് പാസ്സാകാത്തതിൽ സ്ത്രീകളോട് മാപ്പ് ചോദിച്ച് പ്രധാനമന്ത്രി. ബില്ലിന്റെ പേരിൽ കേന്ദ്രം ശ്രമിച്ചത് മണ്ഡല പുനർനിർണയത്തിനെന്ന് പ്രിയങ്ക ഗാന്ധി. പ്രതിപക്ഷത്തിനെതിരെ BJP പ്രവർത്തകരുടെ രാജ്യവ്യാപക പ്രതിഷേധം. രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് മഹിളാ മോർച്ച മാർച്ച്, കോലം കത്തിച്ചു. പാർലമെന്റ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുത്താനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടി. US ഉപരോധത്തിൽ പ്രതിഷേധിച്ച് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിറാൻ. 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ്. ഇറാൻ അംബാസിഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഇന്ത്യൻ കപ്പലുകൾക്ക് ഇൻഷുറൻസ് ഗ്യാരണ്ടി നൽകാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. വിതുമ്പലോടെ വിട. വാൽപ്പാറ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ 9 പേർക്ക് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പാങ്ങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് ആയിരങ്ങൾ. പരിക്കേറ്റ 11കാരി പെരിന്തൽമണ്ണ ആശുപത്രിയിൽ. ഗുരുതരാവസ്ഥയിലുള്ള 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. അഗാധ ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ ഇൻസ്റ്റാപേ ലോൺ ആപ്പിന്റെ നടത്തിപ്പുകാരിൽ നിന്ന് വിവരങ്ങൾ തേടി പോലീസ്. വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ച ഓർത്തോഡോണ്ടിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ ഹാഷിം അലി രാജിവെച്ചു. രാജിക്കത്ത് നൽകി ആരോപണ വിധേയരായ കൂടുതൽ അധ്യാപകരും ജീവനക്കാരും. നിധിന്റെ അമ്മയെ കാണാനെത്തി 33 വിദ്യാർത്ഥികൾ. വേനൽ ചൂടിൽ വെന്തുരുകി കേരളം. പാലക്കാടിന് പിന്നാലെ മറ്റ് ജില്ലകളിലും താപനില ഉയരുന്നു. ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ പ്രവർത്തനം തുടങ്ങി. ജ്യൂസ് കടകളിലും കുപ്പിവെള്ളത്തിലും ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക പരിശോധന. റെക്കോർഡ് ഭേദിച്ച് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് പാൽ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി മിൽമ. ലിറ്ററിന് 4 രൂപയെങ്കിലും കൂട്ടണമെന്ന ആവശ്യം. കർഷകരെ സഹായിക്കാൻ വില വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ചെയർമാൻ. വില കൂട്ടാത്തതിൽ ബോർഡ് ആസ്ഥാനത്ത് അംഗങ്ങളുടെ പ്രതിഷേധം. കർണാടക ഹാസനിലെ ഇഞ്ചിത്തോട്ടത്തിൽ അടിമവേല. മലയാളികൾ ഉൾപ്പെടെ 18 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കർണാടക പോലീസ്. ക്രൂരത പുറം ലോകമറിഞ്ഞത് മകനെ കാണാനില്ല എന്ന തൊഴിലാളിയുടെ അമ്മയുടെ പരാതിക്ക് പിന്നാലെ. ശമ്പളവും കൃത്യമായ ഭക്ഷണവും ലഭിക്കാതെ ജോലി ചെയ്തത് 1 വർഷം.